അഹമ്മദാബാദ് വിമാന അപകടം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചർച്ചയാകുന്നത് ഫ്യുവൽ കൺട്രോൾ സ്വിച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ബോയിങ് ഡ്രീം ലൈനറിലെ കട്ട് ഓഫ് സ്വിച്ചുകൾ തനിയെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറില്ല. പൈലറ്റിന്റെ ഇടപെടൽ അതിന് അത്യാവശ്യമാണ്. വിമാനം പറന്നുയരുമ്പോൾ റൺ പൊസിഷനിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് സ്വിച്ചുകൾ ഓഫായി എന്ന് ഒരു പൈലറ്റ് കണ്ടെത്തി. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 24 എക്സ്പ്ലൈനർ. വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നത് ഫ്യൂവൽ സ്വിച്ചുകളാണ്. എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാനും നിർത്താനുമാണ് പൈലറ്റുമാർ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഓഫ് ആയാൽ ഉടൻ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കും. വീണ്ടും ഓൺ ചെയ്താൽ എഞ്ചിൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ 2 മിനിറ്റിലേറെ എടുക്കും. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിൽ പൈലറ്റിന് അബദ്ധത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല സ്വിച്ചുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. കോക്പിറ്റിന്റെ സെന്റർ കൺസോളിലാണ് ഫ്യൂവൽ കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ചുകളുള്ളത്. സ്വിച്ചിന്റെ താഴെയുള്ള ലോക്കിംഗ് സംവിധാനം താഴ്ത്തിയാൽ മാത്രമേ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പൈലറ്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാനാകില്ല എന്നർത്ഥം. സാധാരണ വിമാനം ലാൻഡ് ചെയ്ത ശേഷം മാത്രമേ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പൈലറ്റ് ഓഫ് ചെയ്യാറുള്ളൂ. വിമാനം പറക്കുന്ന നേരത്ത് ഈ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. എഞ്ചിൻ കേടാകുകയോ തീ പടരുകയോ ചെയ്താൽ ആകാശത്ത് വെച്ചും ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ അത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് 1:38 കഴിഞ്ഞ് 42 സെക്കൻഡിൽ വിമാനം പരമാവധി വേഗമായ 180 നോട്ട്സ് ഇൻഡിക്കേറ്റഡ് എയർ സ്പീഡിലെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം 2 എഞ്ചിനുകളും 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി എന്നാണ് റിപ്പോർട്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നു. ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ ഓഫായി. വിമാനത്തിന്റെ വേഗം കുറഞ്ഞു. എഞ്ചിൻ ഓഫായി 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്നാം എഞ്ചിന്റെ സ്വിച്ച് വീണ്ടും ഓണാക്കി. വീണ്ടും 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്വിച്ചും ഓണാക്കി. പക്ഷേ എഞ്ചിന് വേണ്ടത്ര ശക്തി ലഭിച്ചില്ല. പൈലറ്റുമാരിൽ ഒരാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം അയച്ചു. പിന്നീട് കാണുന്നത് വിമാനം തകർന്നു വീഴുന്നതാണ്. പൈലറ്റുമാരിൽ ഒരാൾ ബോധപൂർവം കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നോ അതോ അബദ്ധം സംഭവിച്ചതാണോ? തുടരന്വേഷണങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കും.